ഈ ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റിനും ഞങ്ങളുടെ വിഷുവാശംസകൾ. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. ഹണിമൂൺ കേൾക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ 1988-ലാണ്. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യൻ ക്യാമ്പ് സിംലയിൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ നേരെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നേരെ സിംലയിലേക്കാണ് പോയത്. അവിടെയായിരുന്നു ഞങ്ങളുടെ ഹണിമൂൺ. അവിടെ ഒരു വലിയ ക്യാമ്പസ്, ഒരു 10,000 ഏക്കറുള്ള ക്യാമ്പസാണ്. ഞങ്ങൾ ആ മെയിൻ സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ബെഞ്ചിലിരുന്ന് വർത്താനം പറയുന്നു. അപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു നേപ്പാളി സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ ഭയങ്കരമായിട്ട് വരട്ടി. ഇനിയൊരു ഹണിമൂൺ യാത്ര ഉണ്ടെങ്കിൽ എവിടെയാണ് പോകേണ്ടത്? ന്യൂസിലൻഡ്. സൂര്യ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെയും വിവൽ ഹണിമൂൺ ട്രാവൽസിന്റെയും വിഷുദിന ആശംസകൾ. ഓരോ വർഷത്തെ നമ്മൾ നന്ദിയോടെ വിട പറഞ്ഞു. പുതുവർഷത്തെ പ്രതീക്ഷകളോടെ പ്രത്യാശയോടെ നമ്മൾ വരവേൽക്കുകയാണ്. പുതുവർഷം ശോഭനമാകട്ടെ, സമ്പന്നമാകട്ടെ, ഐശ്വര്യമാകട്ടെ നിങ്ങൾക്കും എനിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഷോയിൽ പങ്കുകൊള്ളാൻ വന്നിരിക്കുന്ന ഈ 3 നവദമ്പതിമാർക്ക് വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഷോയിലേക്ക് കിടക്കാം. എന്താ എനിക്കട്ടോ? ആണോ? ഓ, താങ്ക് യു. ഈ വർഷം എനിക്ക് എങ്ങനെയുണ്ടെന്നും നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നും ഈ വർഷം അവസാനം ആകുമ്പോൾ പറയണം കേട്ടോ. വിളിച്ചറിയിക്കണം കേട്ടാ. കേട്ടോ? അന്നേരം നിങ്ങൾ തന്ന ഈ കൈനീട്ടം ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്റേത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഐശ്വര്യമായിരിക്കും. നമുക്കിനി ഷോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇങ്ങോട്ട് നിൽക്കാം പ്ലീസ്. ആദ്യമായി ദിനാസ് അനീഷ, മധുസൂദനൻ രശ്മി, സുദേശ് ലയ. ദിനാസ് അനീഷ, നിങ്ങൾ തന്നെ കണ്ടുമുട്ടിയത് നിങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിലാണോ? അതൊന്ന് കാണാം നമുക്ക്. വിവാഹം മണവാളനും മണവാട്ടിക്കും മാത്രമല്ല, ചിലപ്പോൾ അവരുടെ കൂട്ടുകാർക്കും ഏറെ സവിശേഷപ്പെട്ടതായിരിക്കാം. ഞാനും ദിനവും പരിചയപ്പെടുന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദറിന്റെ മാരേജിലായിരുന്നു. ഫസ്റ്റ് ജസ്റ്റ് പരിചയപ്പെട്ടു, അത്രയാണുള്ളൂ. പിന്നെ ഫ്രണ്ട്ഷിപ്പ് വളർന്നു. പിന്നെ എനിക്ക് ദിനെ ഇഷ്ടമായി, പിന്നെ എന്നെ ഇഷ്ടമായി. യാദൃശ്ചികതകളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്, ചിലപ്പോൾ ജീവിതത്തെ തീരുമാനിക്കുന്നതും. ദിനുവിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ദിനു എന്നെ ഭയങ്കര വലിയ ഹോട്ടലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വലിയ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ് ആക്കാണ്. അപ്പൊ എന്റെ കസിന്റെ ഒരു ബിസിനസ് പാർട്ട്ണർ കണ്ടു. ആ നിമിഷം എന്റെ കസിനെ വിളിച്ചു പറഞ്ഞു. ആ നിമിഷം എന്റെ വീട്ടിലാണ് ഒക്കെ കോളായി. വീട്ടിൽ പോയി അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പഠിത്തം കഴിയണമെന്ന് പറഞ്ഞു. അവസാനം പിന്നെ പേരൻസിനെ കൺവിൻസ് ചെയ്തു. ഇവരുടെ ക്ഷമയും നിരന്തര പരിശ്രമവും ഇവർക്ക് ജീവിതത്തെ കൈക്കുമ്പിളിൽ എത്തിച്ചു. ഒരു പക്ഷേ ഹണിമൂണും ഇവരുടെ കയ്യെത്തും ദൂരത്തായിരിക്കാം. അങ്ങനെ കൂട്ടുകാരന്റെ കല്യാണത്തിൽ വെച്ച് നിങ്ങൾ പരസ്പരം ആദ്യമായിട്ട് കണ്ടു. ഇപ്പോൾ വിവാഹിതരായി. വിവാഹം കഴിഞ്ഞിട്ട് എത്ര ആളായി? ഇപ്പോൾ 8 മാസം. അവിടെ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒക്കെയോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായെന്നോ? അതെങ്ങനെയാ അതിലേക്ക് വന്ന് പെട്ടത്, വിവാഹത്തിലേക്ക് വന്ന് പെട്ടത്? അത് നമ്മള് പരസ്പരം കണ്ടു, കുറച്ച് സംസാരിച്ചു, ജസ്റ്റ് പരിചയപ്പെട്ടു, ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. അതിനുശേഷമാണ് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി സംസാരിച്ചു, ഇടപഴകിയപ്പോഴുള്ള ഇഷ്ടം ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ പിന്നെ കുടുംബങ്ങൾ തമ്മിലായിരുന്നോ പിന്നെ മുന്നോട്ട് നീങ്ങിയത്? അല്ല, നമ്മൾ തമ്മില് ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ നിങ്ങൾ പരസ്പരം തീരുമാനിച്ചു. നമ്മള് 3 വർഷത്തോളം ഇഷ്ടത്തിലായിരുന്നു. 3 വർഷം? വെരി ഗുഡ്. അതിനുശേഷം പിന്നെ നമ്മള് ലൈഫിലേക്ക് കുറച്ച് സെറ്റിൽ ആയതിനു ശേഷമാണ് നമ്മൾ വീട്ടിൽ അറിയിച്ചു. കല്യാണത്തിന്റെ ടൈമിൽ, കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന ടൈമിൽ പറഞ്ഞു. പിന്നെ പെണ്ണിനെ ഇഷ്ടമുണ്ടെന്ന്.
ദിനാഷ് പറഞ്ഞു. അതെ പറഞ്ഞു. പെണ്ണും അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോട് പറഞ്ഞു, വേറെ ഒന്നും ആലോചിക്കണ്ട, 3 വർഷമായി ഞാൻ ഇങ്ങനെ ദിനാഷ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഇഷ്ടമാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. മധുസൂദനൻ രശ്മി 8ാം ക്ലാസ്സിൽ തുടങ്ങിയ അടുപ്പം ഇന്ന് നവദമ്പതികളായിട്ട് വിപൽ ഹണിമൂൺ ട്രാവൽസിന്റെ ഷോയ്ക്ക് വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്ന് കാണാം. പൊതുവെ എല്ലാ കാര്യത്തിലും യുവതലമുറയ്ക്ക് താല്പര്യം കുറഞ്ഞു വരുന്ന ഈ കാലത്തിൽ ഈ ഇണ ഒന്ന് വേറിട്ട് തന്നെ നിൽക്കുന്നു. ഞങ്ങളുടെ ഈ പ്രണയത്തിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് 8ാം ക്ലാസ് മുതലാണ്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി. പഴകും തോറും ലഹരി കൂടുന്നത് വീഞ്ഞ് മാത്രമാണെന്നാണ് പൊതുവെ ധാരണ. എന്നാൽ ഇവരുടെ കാര്യത്തിലോ? കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞു. എല്ലാവരും പറയാറുണ്ട് ഒരു ദിവസം കഴിയുന്തോറും സ്നേഹം കുറഞ്ഞു വരുന്നത്. പക്ഷെ എന്റെ ലൈഫിൽ ഓരോ ദിവസത്തിലും ഞാൻ മധുവിനെ കൂടുതൽ പഠിച്ച് കൂടുതൽ സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത്. രശ്മി എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ്, നമുക്കൊരു ഹണിമൂണ് പോകണ്ടേ. അപ്പൊ ഞാൻ തമാശയായിട്ട് അവളോട് പറയാറുണ്ട് ഇടയ്ക്ക്, നമുക്ക് എന്നും ഹണിമൂണല്ലേ. ഇപ്പം ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് നമുക്കൊരു ഹണിമൂണ് പൊക്കൂടാ എന്നുള്ളത്. ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായതുപോലെ ഇതും സഫലമാകുമോ? അന്നേരം ഈ 8ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ ചെന്നപ്പോഴും നിങ്ങൾ ഒരേ കോളേജിൽ പഠിക്കുന്നു. അന്നേരം ഇത് സീരിയസ് ആകാൻ തുടങ്ങിയപ്പോഴാണ്? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനുരാഗം ഒരു പ്രേമം, ആ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഫ്രണ്ടാണ്. പിന്നീട് ഞങ്ങള് എഞ്ചിനീയറിംഗ് തുടങ്ങുമ്പോഴാണ് അതൊരു ഇഷ്ടത്തിലായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നീട് ദൈവത്തിന്റെയും മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ട് അത് കല്യാണം നടന്നു. നല്ലൊരു ജോലി പ്രവേശിക്കാൻ പറ്റി. ഇപ്പം നല്ല സന്തോഷ രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നു. ഇനിയും സന്തോഷമായിട്ട് തന്നെ പോട്ടെ. അതെ. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസം കഴിഞ്ഞു. 6 മാസമായി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. സുദേശിൽ ലേയും ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. ഇന്ന് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി നിൽക്കുന്നു അല്ലേ? അത് എങ്ങനെയാണെന്നൊന്ന് കാണാം, നിങ്ങൾ പറഞ്ഞതനുസരിച്ച്. ചുറ്റിലുമായിരുന്നു ആൾക്കൂട്ടം ഉണ്ടായിരുന്നത്, പക്ഷേ മനസ്സിലായിരുന്നു ആരവമുണ്ടായത്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. ഫോറിന് ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. മഴയും റോസാപ്പൂക്കളും സ്നേഹത്തിന്റെ ഭാഷയിലെ 2 വാക്കുകളാണ്. അതുകൊണ്ടായിരിക്കാം അത്ര ബഹളത്തിലും അത് ഹൃദയത്തിന് കേട്ടത്. ഞാൻ ലേന ഇങ്ങനെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു മീറ്റ് ചെയ്യാം, വൈകുന്നേരം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് ഒരു ബുക്കെ മേടിച്ചിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയായിരുന്നു. പ്രപ്പോസ് ചെയ്ത് തിരക്കിനിടയിൽ വെച്ച് കണ്ടെത്തി. ഒടുവിലവർ അവരുടേത് മാത്രമായ ലോകത്തിലേക്ക് ചേക്കേറി. അന്നേരം ഈ ഷോപ്പിംഗ് ഏത് ഷോപ്പിംഗ് മാളിലാണ്? ബാംഗ്ലൂർ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയത്. അവിടെ ഫോറം ഷോപ്പിംഗ് മാൾ. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ ജസ്റ്റ് പുറത്ത് പോയപ്പോ ഇത് അങ്ങനെ പെട്ടെന്ന് കണ്ടുമുട്ടു. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഫ്രണ്ടിന്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. നമ്പർ മേടിച്ചു. നമ്പർ മേടിച്ചു. പിന്നെ ഞങ്ങള് സംസാരിച്ച്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ ലെവലിലാന്ന് മനസ്സിലായി. ഇങ്ങനെ ആൽക്കിമിച്ചറൊക്കെ ആലോചിച്ചപ്പോ കുഴപ്പമില്ല, അങ്ങനെയല്ല പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നി. എല്ലാം സെയിം ആയിട്ടാ. അപ്പൊ അന്നേരം സുധീഷുമായിട്ട് സംസാരിച്ചിങ്ങനെ എന്റെ നെയ്ബറും കൂടിയാണ്. ആര്? ലയ. പക്ഷെ അന്നറിയില്ല. കണ്ടുമുട്ടും പറയും. അന്നറിയുന്നത് അതെപ്പോഴാ മനസ്സിലായ നെയ്ബറാണ്? സംസാരിച്ചു വന്നപ്പോഴാ അല്ലേ? എനിവേ ഓൾ ദി ബെസ്റ്റ്. നമ്മള് ഫസ്റ്റ്